കുസാറ്റിലെ ദുരന്തത്തിൽ ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. സംഘാടകരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിചിത്രമാണ്. പല മുഖങ്ങളെയും സംരക്ഷിക്കുന്നതാണ് റിപ്പോർട്ടെന്നും വിമർശനമുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടു. പ്രതികരണം ആദ്യം. റിപ്പോർട്ടിലൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അവസാനം വന്ന് നിൽക്കുന്നത് ഈ യൂത്ത് വെൽഫെയർ ഡയറക്ടറിനെ കേന്ദ്രീകരിച്ച് യാതൊരു അന്വേഷണം നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശവും അതിനകത്ത് വന്നിട്ട് പോലുമില്ല. സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാനായിട്ട് ഈ സബ് കമ്മിറ്റീനോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തള്ളിക്കളയേണ്ട ഒരു റിപ്പോർട്ടാണിത്. ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം വേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു സംഭവം തന്നെയായിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. വിവരങ്ങൾ റിയ നൽകും. റിയ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിമർശനം വന്നത്? റിപ്പോർട്ടിൽ എന്ത് കാര്യങ്ങളാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്? ദിവിഷി, കുസാറ്റിലെ അപകടത്തിന് ശേഷം 3 തരത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഒന്ന്, ഉപസമിതിയെ നിയോഗിച്ചു. സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയോഗിച്ചു. 2, വിദ്യാഭ്യാസ വകുപ്പിൻ്റെത്. മറ്റൊന്ന്, പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ഉപസമിതി നൽകിയ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയായി. അതിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ എംപ്ലോയീസ് യൂണിയൻ രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ വിചിത്രമായ റിപ്പോർട്ടാണ്. പല മുഖങ്ങളെയും സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ വിമർശനം ഉന്നയിക്കുന്നത് ഈ പരിപാടിയുടെ കൺവീനറായിരുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പരാമർശങ്ങളും ഈ റിപ്പോർട്ടിലില്ല. ഒപ്പം തന്നെ കുസാറ്റിൽ വളരെ വിശാലമായി വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ കോളേജിലെ പരിപാടിക്കായി വിനിയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിലും ഒരു തരത്തിലുള്ള അന്വേഷണവും പരാമർശവും നടത്താതെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ പലരെയും പ്രതിക്കൂട്ടിലാക്കുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നു. അതിനപ്പുറത്തേക്ക് അപകടത്തിന് എന്താണ് കാരണമായത് എന്നീ കാര്യങ്ങൾ ഒന്നും പരാമർശിക്കാതെയുള്ള റിപ്പോർട്ട് വിചിത്രമാണ്. അത് അംഗീകരിക്കാനാകില്ല എന്നതാണ് എംപ്ലോയീസ് യൂണിയൻ വ്യക്തമാക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് ഗവർണർക്ക് പരാതി നൽകും. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതും ഈ എംപ്ലോയീസ് യൂണിയൻ ആവശ്യമായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുസാറ്റിലെ എംപ്ലോയീസ് യൂണിയൻ. പുറത്തുവന്ന റിപ്പോർട്ടിൽ സുരക്ഷാ വീഴ്ചയും അതോടൊപ്പം തന്നെ ചില സംഘാടകരെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടായിരുന്നു ഈ ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റിന് മുമ്പാകെ നൽകിയത്. അതിനെതിരെയാണ് ഇപ്പോൾ എംപ്ലോയീസ് യൂണിയൻ രംഗത്തെത്തിയിരിക്കുന്നത്. ശരിയാണ്. കുസാറ്റിലെ ദുരന്തവും അതുണ്ടാക്കിയ കണ്ണീർ അനുഭവങ്ങളുമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിലെ റിപ്പോർട്ടിലാണ് പലരെയും രക്ഷിക്കാനുള്ളതാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന വിമർശനം ഉയർന്നിരിക്കുന്നത്. റിയാണ് വിവരങ്ങൾ നൽകിയത്.